ബി.എസ്.പി തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ 8 പേർ അറസ്റ്റിൽ. ഗുണ്ടാ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. രാഷ്ട്രീയ കൊലപാതകമെന്നും CBI കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി.എസ്.പി ചെന്നൈയിൽ പ്രതിഷേധിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ബി.എസ്.പി ദേശീയ അധ്യക്ഷ മായാവതി ചെന്നൈയിലെത്തും. മനേഷ് മൂർത്തി ചെയ്യുന്നുണ്ട്. മനേഷ്, ആംസ്ട്രോങ് ഒരു ഫൈറ്ററായിരുന്നു. അവിടെ പോരടിച്ച് നിൽക്കുന്ന ഒരു തലപ്പക്കമുള്ള രാഷ്ട്രീയ നേതാവാണ്. എന്താണ് ഈ കൊലപാതക കാരണമെന്ന് കൃത്യമായി പോലീസിന് വ്യക്തതയുണ്ടോ മനേഷ്? ഹാഷ്മി, ഗുണ്ടാ പക എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് അത് കൃത്യമായി തന്നെ പോലീസ് അത് വിശദീകരിക്കുന്നുമുണ്ട്. 2023 ആർക്കോട്ട് സുരേഷ് എന്നയാൾ പട്ടണപ്പാക്കത്ത് വെച്ച്, ചെന്നൈയിലെ പട്ടണപ്പാക്കത്ത് വെച്ച് കൊലപ്പെടുന്നു. ഈ കൊലപാതകത്തിൽ കെ ആംസ്ട്രോങ്ങിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലുള്ള പ്രതികാരം, അതായത് ഏറെക്കുറെ ഒരു വർഷമെടുത്ത് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ളവരിൽ സുരേഷിൻ്റെ സഹോദരൻ ബാലു ഉണ്ട്. ബാലുവാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെ ഈ ആംസ്ട്രോങ് പോകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളും കൃത്യമായി തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു നിരീക്ഷണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെരമ്പൂരിൽ ഈ കൃത്യം നടന്ന പെരമ്പൂരിൽ ഇദ്ദേഹത്തിൻ്റെ പുതിയ വസതിയാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക എന്നുള്ള വിവരം അവിടെയുള്ള ഗുണ്ടയും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള തിരുമല ഈ കൃത്യമായി സംഘത്തിന് വിവരം നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ കൃത്യം നടക്കുന്നത്, ഏകദേശം രാത്രി 7:30 അപ്പോൾ കൃത്യമായി തന്നെ പോലീസ് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ BSP പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ഇതൊരു ഗുണ്ടാ പകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കൊണ്ടുണ്ടായതല്ല, ഇത് കൃത്യമായ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് BSPയുടെ പ്രവർത്തകർ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ന് ഇവിടെ ഉണ്ടായത്. അത് കേസ് പോലീസിൽ നിന്നും കൈമാറണം, CBI പോലുള്ള ഏജൻസികൾക്ക് കൈമാറണം എന്നുള്ളതാണ് BSPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. നമ്മളിപ്പോൾ ഉള്ളത് രാജീവ് ഗാന്ധി ആശുപത്രിയിലാണ്. ഇവിടെ ധാരാളം BSP പ്രവർത്തകർ, നമുക്ക് ഈ ആശുപത്രിക്കകത്ത് ധാരാളം BSP പ്രവർത്തകരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോലീസാണെങ്കിൽ കൃത്യമായ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മറ്റ് തരത്തിലേക്കൊന്നും പോകാത്ത രീതിയിലേക്ക് പോലീസ് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ഒന്ന്, ഈ അന്വേഷണം CBIക്ക് കൈമാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വലിയ വ്യാപകമായ പ്രതിഷേധം എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. BSP ദേശീയ അധ്യക്ഷ മായാവതി ഇവിടെ എത്തുന്നുണ്ട്, ചെന്നൈയിൽ എത്തുന്നുണ്ട്. അത് ഇന്നാണോ നാളെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എന്തായാലും അവർ എത്തിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് കൃത്യമായുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അതുവരെ എന്തായാലും മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത്. ഗുണ്ടാപ്പക എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ അങ്ങനല്ല, അത് കൃത്യമായ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആരോപിക്കുകയാണ് BSP. പക്ഷേ BSPക്ക് ആ മേഖലയിൽ അത്യാവശ്യം സ്വാധീനമുണ്ട് എന്ന് ആ ജനക്കൂട്ടത്തെ കാണാൻ ബോധ്യപ്പെടുന്നുണ്ട്. ആംസ്ട്രോങ് എന്നാണ് നേതാവിൻ്റെ പേര്. ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, ഇന്ന് കൂടോത്രം പോലെ നടന്നു ചോദിക്കുകയാണ്. ആർക്കറിയാം ആർക്കെതിരെ ആരൊക്കെ കൂടോത്രം നടത്തുന്നു ദൈവത്തിന് അറിയാം. മോഹൻ BM പറയുന്നു, ആഷ്മി, പാർലമെന്റ് ഇലക്ഷന് കോട്ടയത്ത് പോളിംഗ് സാമഗ്രികളുമായി പോയ വാഹനങ്ങളുടെ വാടക ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതെന്ന് കിട്ടുമെന്ന് അറിയുകയുമില്ല, കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവും കഴിഞ്ഞു എന്ന് മോഹനൻ PM പറയുന്നുണ്ട്.